വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നു. തുറമുഖ പദ്ധതിയുടെ അടുത്ത ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പാരിസ്ഥിതിക അനുമതി ആകുമ്പോൾ അത് കുറച്ചുകൂടി സൗകര്യത്തോടെ കൂടുതൽ മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തിന്റെ അടുത്ത ഘട്ട വികസന മാതൃകയായി ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. പലതരത്തിൽ കേന്ദ്ര സർക്കാരുമായി ഈ പദ്ധതിയെ ചൊല്ലി കേരളത്തിന് വലിയ തർക്കമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ പാരിസ്ഥിതികാനുമതി ലഭിച്ചതോടെ പദ്ധതി മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ അനുമതി അല്പസമയം മുൻപാണ് അത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ലഭിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇതോടുകൂടി അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ 2, 3, 4 ഘട്ട നിർമ്മാണം അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. 2028 2, 3 ഘട്ട നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ അദാനിക്ക് നിർദ്ദേശം നൽകിയത്. ഇത് വരുന്നതോടെ പുലിമുട്ടിന്റെ നീളം വർദ്ധിക്കും. ഏതാണ്ട് 1 കിലോമീറ്റർ പുലിമുട്ടിന്റെ നീളം വർദ്ധിക്കും. ബർത്തിന്റെ നീളം 1200 മീറ്റർ കൂടി ഇനി നിർമ്മിക്കും. അതോടുകൂടി വലിയ സാധ്യത വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. ഇതുവഴി ഒരേ സമയം 5 മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാനാവും. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചില പ്രചരണങ്ങൾ കണ്ടതാണ്. അതായത് ഒരേ സമയം 5 മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അത് ഓരോ ഷിപ്പുകളായി മാത്രമായിരുന്നു പോർട്ടിലേക്ക് അടുത്തിരുന്നത്. പക്ഷേ ഇതുകൂടി ഈ ഘട്ടം 2, 3 ഘട്ടം കൂടി നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം പോർട്ടിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിന്റെ ഭാഗമായ ആദ്യ കപ്പൽ MSC മിയ ഇന്നലെ പുലർച്ചെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. അങ്ങനെ ഓരോ പടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ഓരോ പടിയായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നിർണായകമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പാരിസ്ഥിതികാനുമതി. അനുജ, ശരി, വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ആയിരിക്കുന്നു. അടുത്ത ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കും. കൂടുതൽ സൗകര്യത്തോടെ കൂടുതൽ മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ ഉള്ള സൗകര്യം ലഭിക്കുന്ന തരത്തിലാകും അടുത്ത ഘട്ടം. ഷഫീദ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി നൽകേണ്ടതുണ്ട്.